ഫ്രണ്ട്സ്, ഇന്ന് ഷൂട്ടുണ്ട് നമ്മുടെ ചിരിമൻ്റെ. പോയേട്ടാ, വീട്ടിൽ നിന്ന് ഇറങ്ങലായി. ചിരിമൻ്റെ ഷൂട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 12:30 മണി കേട്ടോ. 12:37 കറക്റ്റ്. അവിടെ എത്തിയിട്ടാണോ സംസാരിക്കാൻ സമയമില്ല. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. വണ്ടിയുടെ വെച്ചിട്ടുണ്ട്, പ്രീതട്ടൻ്റെ വണ്ടി അവിടെ ഉണ്ട്. ഈ ലൊക്കേഷൻ ഏതാണെന്ന് പറയുന്നില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടാ. അറിയുന്നവർ എത്ര ഉണ്ട് നോക്കിട്ട് അല്ലേ? പാലക്കാട് ആരോടും പറയണ്ട കേട്ടാ. ഇത് വല്ലാത്ത ലൊക്കേഷനാണ്. ഇത് പുതിയ ആളാ പഴയ ആളാ പ്രീതട്ടാ? പുതിയ ആളാ, നമ്മുടെ പഴയ സുഹൃത്താണ്. ആ അല്ല, നമ്മൾ ഇതിൽ പുതിയ ആളേ? ആ പിന്നെ പുതിയ ആള്. ഞാൻ ഇങ്ങനെ നമ്മുടെ റൂട്ടിലൂടെ ഇറക്കിയത്. അപ്പോൾ പറഞ്ഞ മറക്കണ്ട, ലൊക്കേഷൻ അറിയുന്നവർ കമൻ്റ് ആക്കുക കേട്ടോ. ഓക്കെ, ബ്യൂട്ടിഫുൾ പ്ലേസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്താ സ്ഥലം, ചൂണ്ടിടാൻ പറ്റിയ സ്ഥലം. പക്ഷേ ചൂണ്ടിടാൻ വെള്ളമില്ലാണ്ടായി. ആ, നമ്മുടെ ഷോട്ടിന് വേണ്ടിക്ക് അങ്ങനെ പറ. മക്കളെ ഇപ്പം ഷൂട്ട് തുടങ്ങും. ഇവിടെ അപാര പണിയിലാണ്. ആ, ആർട്ട് ഡയറക്ടർ ജോസ്. ആ മതി അത് അതിൻ്റെ കമ്പുകളി. ആ ഓക്കെ. പിന്നെ നമ്മളെ വിനീഷ് വരുന്നുണ്ട്. ഇപ്പോൾ എത്തും, പണിയിലായിപ്പോൾ ഇനി ഇപ്പോൾ എത്തും. വനിതാ ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണമെല്ലാം വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഇത് ഫുൾ വൈബാണ് ഇവിടെ. ആശാനിതാ ലുങ്കെല്ലാം എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടർ ഒന്നും ഞാൻ ഇപ്പോൾ പറയില്ല, കാണണമെങ്കിൽ നമ്മളെ ചിരിമ പറഞ്ഞെടുത്താ പോയിട്ടാ. ചിരിമ മീഡിയ ഒന്ന് സെർച്ച് ആക്ക്, അതിൽ കാണാല്ലേ. ഇന്നൊരു എപ്പിസോഡ് വരുന്നു. ആ ഇന്നൊന്ന് വരുന്നുണ്ടല്ലേ? എത്ര മണിക്ക് വരുന്നത്? വൈകുന്നേരം എന്തായാലും ഒരു 7 മണി. മരുവ് സമയത്ത് വരുന്നുണ്ട് കേട്ടോ. കയറി കണ്ടോ? ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഉണ്ട്, കയറി നോക്ക്. നമ്മളെ അപാര സംഭവങ്ങളിലുണ്ട് കേട്ടോ. നിങ്ങൾ കാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം ഓർമ്മ ഉണ്ടാവും. മിന്നാന്ന് ഞാനൊരു സാധനം തപ്പാൻ വേണ്ടി കിട വന്നിനി. കണ്ടിന് എൻ്റെ വീഡിയോ, ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടോ. അപ്പോൾ ഒരു സാധനം എൻ്റെ മിസ്സായി ഇടാം. നമ്മൾ ഷൂട്ടിന് വന്നേരം, ഞാനും പ്രീതട്ടനോട് ഷൂട്ടിന് വന്നേരോ ഒരു സാധനം വെച്ച് വന്നു. ശരിക്കും പറഞ്ഞാൽ ആ സാധനത്തിന് ഓൺലൈനിൽ നല്ല റേറ്റ് കാണിക്കുന്നുണ്ട്. ആ സാധനമാണ് ഈ സാധനം. അപ്പോൾ ഇത് മാഗ്നറ്റാണ്. അപ്പോൾ ഈ സാധനം, ഈ ചെറിയ സാധനത്തിന് മോശമില്ലാത്തൊരു റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിതിവിടെ വെച്ച് മറന്ന്, എന്നിട്ട് ഞാൻ വീണ്ടും പിറ്റേ ദിവസം വന്നിട്ട് ഇവിടുന്ന് ഞാൻ നോക്കി കുറേ തപ്പി. ഇവിടെയൊക്കെ കംപ്ലീറ്റ് തപ്പി. കണ്ട ഇങ്ങനത്തെ സ്ഥലമാണ്. ഞാൻ വിചാരിച്ചു ഈ ഇല ഉണ്ടോ, ഈ ഇലൻ്റെ ഇടയിലാറ്റം പോയാൽ പിന്നെ കാണൂലല്ലോ, അങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ കിട്ടിയിട്ടില്ല. ഇവിടുന്ന് തപ്പിയിട്ട് കിട്ടിയില്ല. ഞാനിട്ട് ഒഴിവാക്കിയിട്ട് പോയി. വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ എൻ്റെ അന്നത്തെ ദിവസം ഇട്ട പാൻറ്റിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ കിടക്കും. പാൻറ്റിൻ്റെ പോക്കറ്റിൽ അവിടെ സാധനം കിട്ടി. നമ്മളപ്പുറം കിടക്കാൻ വേണ്ടി പാലാക്കിയിട്ടുണ്ട്. വേണ്ട ഇങ്ങോട്ട് വാ. നമ്മ കൃത്രിമ പാറ നിർമ്മിക്കാൻ മിനീഷ് എത്തിയിട്ടുണ്ട്. അതിപ്പോൾ എവിടെങ്കിൽ പോവും നോക്കട്ടെ. ഈ വഴി ഇവിടെ ആ കണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഈ സ്ഥലം അറിയാം, പക്ഷെ ഇങ്ങോട്ടേക്ക് ഇതുവരെ മിനീഷ് അണ്ണൻ ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ അങ്ങോട്ടേക്ക് അത് അവിടെ വണ്ടി വെച്ച്. നമ്മളെ വണ്ടി വെച്ചെടുത്തന്നെ. വാ ഊണില്ല ഇന്ന് ഞായറാഴ്ചയല്ലേ, ഹോട്ടലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അവിടെ എന്താ പൊറോട്ട വാങ്ങിയിട്ടാണ്. നമുക്ക് ഇവിടെ തന്നെ ഫുഡ് കഴിക്കാം. വാ ഫുഡ് എടുത്തിട്ട് വരുന്നുണ്ട്. എന്ത് വെയില്. അവിടെ കുറച്ച് കലാപരിപാടികൾ വെള്ളടിക്കുന്നുണ്ട്. യെസ്, അതിന് ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ സ്പ്രൈറ്റു, അവർ വെള്ളം കളിക്കുന്നുണ്ട്. ഞാൻ സ്പ്രൈറ്റ് പറഞ്ഞിട്ടല്ലേ നിങ്ങളെ വെള്ളം ഇല്ല, നിങ്ങളെ കൂട്ടൂലല്ലോ. നമ്മളെ അടിക്കില്ല, വെറുതെ അല്ല. നമ്മളടിക്കലില്ല. നിർത്തിയിട്ടുണ്ടല്ലേ? നിർത്തിയല്ലേ? ഇന്ന് രാത്രി. ഇനി ഇന്ന് തുടങ്ങൂ. കുടിക്കില്ലേ? ഒന്ന് ഹാന്ന് പറഞ്ഞേ. കുടിക്കില്ല. ഇല്ല. ആള് വലിയ പുല്ലാട്ടാ. കോടി ഉത്സവത്തിലെല്ലാം ഉണ്ട്. ഏതല്ലോ അമൃത TV-ൽ, ഫ്ലവേഴ്സിൽ ഒന്നും പറയണ്ട. മാമൂക്കനെ സൗണ്ടാക്കിയാലോ? നമുക്ക് വെയ്യാക്കല്ലേ? ഏത് പൊറോട്ട ഒന്നും ഉണ്ടാക്കാം. പൊറോട്ടയാ അടിപൊളിയല്ലേ? വൈബല്ലേ? നമ്മളെ ബാഗിലൂടെ ഉണ്ട്. ആരെങ്കിലും എടുത്തോണ്ട് പോകണമെന്നാൽ മതി.
കുറുക്കനെല്ലാം കണ്ടിന് കുറുക്കൻ നോക്കി കുപ്പി കാണില്ലേ കുപ്പി ഹെൽമെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ഹെൽമെറ്റ് ഇത് ഫുൾ വൈബാണ് ഇത് നമ്മൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ അങ്ങനത്തെ പരിപാടിയേ ഇല്ല നമ്മൾ അഭിനയം നമ്മൾ ഷൂട്ടിങ് പിന്നെ ഫുഡും വെള്ളവും വന്നിട്ടാ തമാശാക്കുന്നത് നിങ്ങൾക്കറിയാലോ നമ്മ പിന്നെ ഞങ്ങളെ അടിക്കില്ലല്ലേ നമ്മളെ കുപ്പിയും വെള്ളം വാങ്ങിയിട്ട് അടിക്കുന്നു പറഞ്ഞിട്ടാ വരുന്നത് വ്ളോഗിൽ അടി നിർത്തി പോലും ഇന്നലെ രാത്രി വരെ മൂലോ കട്ടിയാണ് ഇനി ഇന്ന് മുതൽ തുടങ്ങും ഭക്ഷണം കഴിക്കും നിങ്ങളെ അല്ല അല്ലേ അവിടെ ക്യാരക്ടർ ഇരിക്കുന്നുണ്ട് ആ വിനീഷിൻ്റെ ഇതെല്ലാം വരാനുണ്ട് കേട്ടോ ഫുഡ് അപ്പോൾ നമ്മുടെ ഒരു ഷോട്ട് ഒരു റീലിൻ്റെ ക്ലൈമാക്സ് എടുക്കാൻ പോയി കേട്ടോ ബാക്കിയെല്ലാം കഴിഞ്ഞു ഒരു റീലിൻ്റെ ഏകദേശം കഴിഞ്ഞു ഇനി കുറച്ച് ക്ലൈമാക്സ് ഉണ്ട് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് നോക്കിയിട്ട് വരാൻ നല്ല മുരിന പൊറോട്ടയും ചിക്കൻ കറിയും ഫ്രൈറ്റേട്ടൻ അടി തുടങ്ങി എങ്ങനെയുണ്ട് നാടൻ ചിക്കനാണ് നാടനാ വനിതാ ഹോട്ടൽ നാടൻ ചിക്കൻ നാടനല്ല പക്ഷേ നാടൻ ടൈപ്പിൽ നാടൻ ടൈപ്പ് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് അടിക്കുന്നുണ്ട് എന്താ പൊറോട്ടയും ഇത് പൊറോട്ട അല്ല കേട്ടോ ഇത് അവൻ്റെ ഡ്രസ്സ് എന്താ കറിയെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഒഴിച്ചിട്ട് വാങ്ങണമല്ലോ ഒഴിച്ചിട്ട് തിന്നണമല്ലോ ഏതോട്ടൊന്ന് കറി വെച്ചാലോ ഓക്കെ അവിടെ എനിക്ക് കൂട്ടിയാൽ കുറച്ച് നേരം പിടിക്കാം മതി ചിക്കൻ കറി എങ്ങനെയുണ്ട് നൈസാ അവിടുത്തെ കറി എങ്ങനെ ഗംഭീരോ യെസ് നല്ല കാറ്റുണ്ട് കേട്ടോ എന്താ കാറ്റ് മക്കളെ സൂപ്പർ ഇവിടെ വൈകുന്നേരം വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ ഓക്കെ ആ കുറച്ച് വെച്ചാൽ യെസ് മതി പോകുന്നു ഹോട്ടലമ്മക്കാരനല്ല പറ്റത് ഇത് തടഞ്ഞിട്ടുണ്ട് അതിൽ കഴിക്കട്ടെ എങ്ങനെ കാറ്റാടി മരത്തിന്റെ ഇലയിലൂടെ മന്ദസ്മിതം മണക്കുന്ന പൊറോട്ട ഇലയിലൂടെ മന്ദസ്മിതം മണക്കുന്ന കാറ്റു മൂടിയെല്ലാം കേരള സ്റ്റൈലിലുള്ള നല്ല നാടൻ മുരിഞ്ഞ പൊറോട്ട മുരിഞ്ഞ കോഴിക്കറിയും പൊറോട്ടയും ഓക്കെ യോ കഴിക്കട്ടെ ഞാൻ എടുക്കുക ഇതാ നമ്മളങ്ങനെ പ്രൈറ്ററിൻ്റെ ഷോപ്പിലെത്തി ഡ്രസ്സ് മാറ്റിയിട്ടാ എൻ്റെ കോസ്റ്റ്യൂം ഇതാ സ്പെക്സഡിലെ സ്പെക്സഡ് ഇട്ടിട്ട് ഇതാ കോസ്റ്റ്യൂം കേട്ടോ അടിക്കടേ പുതിയ ഷൂട്ട് രണ്ടാമത് ഷൂട്ട് ഒരു ഷൂട്ട് കഴിഞ്ഞു രണ്ടാമത് ഷൂട്ടിന് നമ്മ പോവുകയാണ് തല പൊളിയില്ലല്ലോ ഇല്ല യെസ് സിംഗം വാ അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ടല്ല അടുത്ത ലൊക്കേഷനിലേക്ക് ഇതാ എല്ലാമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയുന്നവർ പറഞ്ഞോട്ടാ ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയണേ ഓക്കെ അറിയോ ഇത് മെയിൻ റോഡ് സൂര്യൻ മെയിൻ റോഡ് അവിടെ ടീംസ് പശു ഡേയ് ഇത് വേറെ തന്നെ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഇതാ എക്സിക്യൂട്ടീവ് കണ്ടോ എങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ഞാൻ വലിയ പണക്കാരനായിട്ട് അഭിനയിക്കാൻ പോയി വലിയ പണക്കാരൻ കുഞ്ഞു പശു ഇതൊരു വയലാട്ടോ വന്നക്കല്ല മോനെ ഇതൊരു വയലാണ് കണ്ടോ അടിപൊളി വയൽ സൂപ്പർ വയൽ അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പോട്ടെ അന്ന് കണവണ സംഭവങ്ങൾ കാണിച്ചു തരാം കണവണ സംഭവങ്ങൾ കാണിച്ചു തരും വൈകിട്ടുള്ള നല്ലൊരു മുമ്പിൽ നടക്കുന്നുണ്ട് ഇച്ചിരി വെയിലാണ് കണ്ട വെയിലില്ല ചെറിയൊരു വെയിൽ കട്ടാവണം എന്നാലേ നമ്മുടെ ഷൂട്ട് നടക്കുള്ളൂ ഇന്ന് ഇറങ്ങണ്ട കീറിയിട്ട് ചൂടായിട്ട് കണ്ടോ കീറിയിട്ടുണ്ടോ വിണ്ട് കീറിയിട്ട് ആ വിണ്ട് കീറിയിൽ പച്ച ചെടി നോക്കിയാ രസമാണ്
വൈഫിനറിയില്ല. ഒരു വ്യത്യസ്ത സാധനം കേട്ടോ. നല്ല രസമുണ്ടാണ്. വീണ്ടും കയറിയിൽ പച്ചച്ചെടി. ആന ഗ്ലാസ് ഇട്ടോണ്ട് ആ പച്ചച്ചെടിയെല്ലാം ഡിമ്മായിട്ട് ഭയങ്കര രസം. ഒരു ഇരുണ്ട സംഭവമായിട്ട്. ഇത് ഏതൊരു കപ്പാലം. ഇത് നമ്മൾ ബസ്സിലെല്ലാം പോകുമ്പോൾ കാണുന്ന സ്ഥലം കേട്ടാ. ഇവ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് മെയിൻ റോഡ്. ബസ്സിലെന്നല്ല, റോഡ് മറ്റേ പോകുമ്പോൾ കാണുന്ന സ്ഥലമാണ്. കണ്ട, അതിലോട്ടിങ്ങനെ പോകുമ്പോൾ കാണുന്ന സ്ഥലമാണ് ഇത്. കണ്ട, ചെറിയൊരു കണ്ട കപ്പാലും അപ്പുറം കുറച്ച് വെള്ളമുണ്ട്. ഇവിടെ ഒരു കണ്ടി പോലത്തെ ഒരു സംഭവം, ചെറിയൊരു ബണ്ട്. ഷൂട്ട് ചെയ്യട്ടെ, ഷൂട്ടിങ് നടക്കട്ടെ. ഓക്കെ, ഷൂട്ട് കഴിഞ്ഞ് ഇതാ ഏതോട്ടം പോയി. നമ്മുടെ വണ്ടിയുണ്ട്. നേരെ പിലാത്തല്ല ചായ കുടിക്കാനേട്ടാ. ഓക്കെ, പിലാത്തല നല്ല ചായ, എല്ലാം പോലത്തെ ചായ കൂട്ടിക്കുന്നതായിരിക്കും. പിലാത്തല്ല ഷൂട്ട് ചെയ്യാനേട്ടാ. ഇന്ന് 2 റീൽ ഷൂട്ടാക്കിയിട്ടുണ്ട്. ഒരു മധുരം കുറവേ, ചായക്ക് പറഞ്ഞു. ഒരു മധുരം കുറവ്, ഒരു വിത്തൗട്ട്. 2 മധുരം കുറവ് തീരുമാനമായി. ചാടിക്കട്ടെ. അപ്പവും മുട്ടിയും എങ്ങനെ ഇരിക്കും? കുഴപ്പമില്ല, കൊള്ളാം. ഷവർമ്മ നമ്മുടെ വേൽപ്പൊരിയിലൊക്കെ വരുന്ന സംഭവം ആ ഒരു ടൈപ്പ് അല്ലേ? വേൽപ്പൂരിയിലെല്ലാം കാണുന്ന പോലത്തെ ഒരു മസാല. യെസ്, അതായത് ഒരു മുട്ട. അല്ലെങ്കിൽ ഞാനിവിടെ പോസ്റ്റ് ആവും. മിനിസിന് വിളിക്കാം. ഓക്കെ വാ, അപ്പോൾ ശരിയാ. ഓക്കെ, ബൈ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ റീൽസ് എല്ലാവരും മുടങ്ങാതെ കണ്ട് അതിൽ സപ്പോർട്ട് ചെയ്യണം. ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മളിങ്ങനെ തുടക്കമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും കമൻറ്റും അതിലെന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വാ, നേരെ വീട്ടിലേക്ക് കേട്ടാ. പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. ഈ ഭാഗത്തേക്ക് തന്നെ ഒന്ന് വരണം. ഓക്കെ.